ഞാനൊരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് ആരംഭിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. ഞാൻ സെമിനാരി ഡയറക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ട് വരവേ സെമിനാരിയിൽ പഠിച്ച ഡീക്കന്മാരുടെ പട്ടം കൂടുവാനായിട്ട് ഔത്സുക്യത്തോടുകൂടെ ഞാൻ പോകാറ് പതിവുണ്ട്. എന്നാൽ എല്ലായിടത്തും സമയത്ത് എത്തിപ്പെടാൻ കഴിയുകയില്ല. ഒരു ദിവസം തന്നെ പല ഭദ്രാസനങ്ങളിലെയും പട്ടങ്ങൾ നടക്കുന്നത് കൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ വളരെ വൈകിയായിട്ടാണ് ശമാശന്മാരുടെ ഡീക്കന്മാരുടെ പട്ടം കിട്ടിയ ഡീക്കന്മാരുടെ അച്ഛന്മാരുടെയൊക്കെ വീട്ടിൽ ഞാൻ ചെല്ലുക. ഞാൻ വളരെ വൈകി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഡീക്കൻ്റെ വീട്ടിൽ ചെന്നു. പട്ടം കിട്ടിയിട്ട് മാതാപിതാക്കളും കുടുംബാംഗങ്ങളൊക്കെ കൂടെ ഗിഫ്റ്റ് പാക്കറ്റുകൾ പൊട്ടിച്ച് എന്താണെന്നൊക്കെ പരിശോധിക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജോലി തുടർന്ന് ഞാൻ എൻ്റെ ഇഷ്ടവും സൗഹൃദവും അച്ഛനെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ കുടുംബത്തിന് സർവ്വദൈവാനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ വന്നതിൻ്റെ പേരിൽ ഇവിടെ ഏറ്റവും കളർഫുള്ളായിട്ട് പാക്ക് ചെയ്തിട്ടുള്ളൊരു ഗിഫ്റ്റ് പാക്കറ്റ് ഞങ്ങൾ പൊട്ടിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് വിരോധമില്ല. ആ ഗിഫ്റ്റ് പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായി. ഞാൻ ഒരുപാട് ലജ്ജിച്ച് തല താഴ്ത്തി. നവവൈദികന് ആരാ കൊടുത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു ബോട്ടിലാണ്. എത്രയോ കഷ്ടമാണ് നമ്മുടെ ഈ കാലഘട്ടം. എത്രയോ സങ്കടകരമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ വഴിതെറ്റിയുള്ള പോക്ക്. ഞാൻ ഇത് ഞങ്ങളുടെ സഭയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് വിരോധമില്ല. ഞാനത് മനഃപൂർവ്വം അങ്ങനെ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾ വ്യത്യസ്തരല്ലെന്ന് എനിക്കറിയാം. ഞങ്ങളെക്കാൾ അല്പം കൂടെ ഭേദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണെങ്കിലും നമ്മൾ പോകുന്ന പോക്ക് ശരിയല്ലെന്ന് ഈ മാരാമൺ കൺവെൻഷൻ്റെ ഈ മധ്യാഹ്ന കൺവെൻഷൻ വർഷങ്ങളായിട്ട് വിചിന്തനം ചെയ്യാൻ കൂടി വരുന്നത് എത്രയോ ശ്ലാഘനീയമാണ്. ഞാൻ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ പേരിൽ ഈ വലിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന മർത്തോമ സഭയെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നിങ്ങൾ പിറകോട്ട് പോകാൻ പാടില്ല. ഇനിയും നമുക്ക് ഒരുപാട് കരം കോർത്ത് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 130ാമത്തെ കൺവെൻഷന് ഞാൻ വരുമ്പോൾ ഞാൻ ദൈവതിരുമുൻപിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തോടനുബന്ധിച്ച് ഏത് വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്ന് തമ്പുരാനോട് ആഗ്രഹം ചോദിച്ചു. തമ്പുരാൻ എന്നോട് പറഞ്ഞു, മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 1 തുടങ്ങി 13 വരെയുള്ള തിരുവചനങ്ങൾ ധ്യാനപൂർവ്വം പഠിക്കാനായിട്ട് ഒരുപക്ഷെ പരിശ്രമിക്കുന്നത് നല്ലതാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 1 തുടങ്ങി 13 വരെയുള്ള വചനങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിലെ 28 തുടങ്ങി 34 വരെയുള്ള വചനങ്ങളിലും
ലൂക്കായുടെ സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ 26 തുടങ്ങി 39 വരെയുള്ള വചനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരണത്തിലെ വാക്കുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ, സംഭവം ഒന്ന് തന്നെയാണ്. കർത്താവ് ഒരു കുടുംബത്തിൽ നിന്ന് അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നതാണ് സംഭവം. എക്സ്പെല്ലിംഗ് ഈവിൾ സ്പിരിറ്റ് ഫ്രം എ ഫാമിലി. മർത്തോമാ സഭയുടെ 130ാമത് കൺവെൻഷനിലെ മയക്കുമരുന്നുകളുടെ വർജനത്തോടനുബന്ധിച്ച് സഭയെടുക്കുന്ന നിലപാടുകളിലെ സഭയോട് തമ്പുരാന് പറയാനുള്ളത് ഇതേ നിലപാടാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഈ പിശാചിനെ പുറത്താക്കാൻ നമ്മൾ കരം കോർക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ സങ്കടത്തോടുകൂടെ ഓർക്കാറുണ്ട്, നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ സാലറി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, അധ്യാപകർക്ക് അതുപോലെ ഉദ്യോഗസ്ഥർക്ക്. ഈ സാലറി കൊടുക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിന് വളരെ നിർബന്ധമുണ്ട്. കാരണം ഇതെല്ലാം തന്നെ ഗവൺമെൻറ് ട്രേഡ് യൂണിയനുകളുടെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കുന്ന പണം മദ്യം വിറ്റ കാശുകൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ എത്ര ഭയാനകമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഗതി. മദ്യം വിറ്റ കാശ് ലാഭമാക്കി തീർത്തിട്ട് അതുകൊണ്ട് ശമ്പളം കൊടുക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് പരിശ്രമിക്കുന്നത് ഈ നാട്ടിൽ സർവ്വ മനുഷ്യരോടും ചെയ്യുന്ന ഒരു വലിയ അനാദരവാണ്. ഒരുപക്ഷെ ഈ സമൂഹത്തെ കൊലയ്ക്ക് വിധിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ നമുക്കാർക്കും ഇത് നേരെ നോക്കി പറയാനായിട്ട് ഇന്ന് പ്രവാചക ദൗത്യത്തിൻ്റെ ധീരതയില്ലാതെ പോകുന്നു. ഈ ധീരതയാണ് മർത്തോമാ സഭ ഈ മാരാമൺ കൺവെൻഷൻ്റെ പന്തലിൻ്റെ ഈ മധ്യകാല കോൺഫറൻസിലെ പ്രഖ്യാപിക്കുന്നത്. ധൈര്യമായിട്ട് സമൂഹത്തോട് പറയുകയാണ്, ഇത് തെറ്റാണ്. ഈ വഴിയിൽ മുന്നോട്ട് പോകുന്നത് ഈ നാടിൻ്റെ നാശത്തിന് കാരണമാകുമെന്ന് പ്രവാചകതുല്യം പറയാനായിട്ട് നിങ്ങളെടുക്കുന്ന ഈ ധീരത നിറഞ്ഞ പ്രവാചക ദൗത്യത്തെ കേരള സമൂഹം എന്നും നന്ദിയോടുകൂടെ ഓർമ്മിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ 1 തുടങ്ങി 13 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. ആ കുടുംബത്തിലെ ഒരു അശുദ്ധാത്മാവ് പ്രവേശിച്ചു. ആ അശുദ്ധാത്മാവിനെ ആർക്കും പുറത്താക്കാൻ കഴിയുന്നില്ല. ആ അശുദ്ധാത്മാവ് ആ കുടുംബത്തിലെ ഭാവിയെ ബാധിക്കുകയാണ്. അവിടെയാണ് യേശു തമ്പുരാൻ ഇടപെടുന്നത്. യേശു തമ്പുരാൻ ധീരതയോടുകൂടെ അവിടെയാണ് ഇടപെടുന്നത്. തമ്പുരാൻ പറയുന്നുണ്ട്, പുറത്തു പോകുക. എത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രവാചക കൽപ്പനയാണത്. പുറത്തു പോകുക, പിശാചെ പുറത്തു പോകുക. ഞാനൊട്ടും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. മദ്യം പിശാചാണെന്നുള്ളത് തിരിച്ചറിവ് ഈ സമൂഹത്തിലെ പ്രവാചകതുല്യം പ്രഖ്യാപിക്കാനായിട്ട് ക്രൈസ്തവ സഭകള് അല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന സന്മനസ്സുള്ള സർവ്വ മനുഷ്യരും അല്ല, ഇക്കാര്യത്തില് ദൈവവിശ്വാസികൾ അല്ലാത്തവരുടെ പോലും സഹകരണം കിട്ടുന്നുണ്ടെങ്കിൽ അതുപോലും നമ്മൾ കളയാൻ പാടില്ല. പുറത്തു പോകൂ എന്ന് പറയാൻ നമുക്ക് ചങ്കൂറ്റം ഉണ്ടാകട്ടെ. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വലിയ ഒരു പ്രവണതയുണ്ട്. നമ്മുടെ ആചാരമര്യാദകൾ ആഘോഷമാക്കി മാറ്റാനുള്ള ഒരു പ്രവണത. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, എനിക്ക് ആരോടും
ഒരു വിരോധം എന്നുള്ളത് കൊണ്ട് പറയുകയല്ല. ഇന്ന് മാമുദീസ തുടങ്ങി മരണം വരെ, മരണത്തിന് ശേഷം നടക്കുന്ന ശ്രാദ്ധം വരെ എല്ലാം ഇവന്റ് മാനേജ്മെന്റിന്റെ കലാപരിപാടികളാണ്. ഇവന്റ് മാനേജ്മെന്റാണ് എല്ലാം ശരിപ്പെടുത്തുന്നത്. ഞാൻ സാധാരണ മരിച്ച വീടുകളിൽ ചെല്ലുമ്പോൾ ആർക്കും റീത്ത് വെക്കാറില്ല. പൂക്കൾ ആ ചെടിയിൽ തന്നെ നിൽക്കുന്നത് എത്ര മനോഹരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പൊട്ടിച്ച് അതുകൊണ്ട് റീത്തുണ്ടാക്കി അത് ഉണങ്ങിക്കരിഞ്ഞ് ഒരു ശവമഞ്ചത്തെ വെക്കുന്നത് എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, മരിച്ച വീട്ടിലെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിച്ച് നിർവഹിക്കുന്നത് ഇവന്റ് മാനേജ്മെന്റുകളാണ്. നമ്മൾ ചെല്ലുന്നതിന് മുൻപ് തന്നെ ബൊക്കെ പിടിച്ച് അവരെ നമ്മളുടെ അടുക്കിലേക്ക് വരികയാണ്. ഞാൻ പറയാറുണ്ട്, വേണ്ട എനിക്ക്, അല്ല തിരുമേനി അത് വെക്കണം, ഫോട്ടോ എടുക്കാൻ അവിടെ ആള് നിൽക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത് സമൂഹത്തിൻ്റെ നിർമ്മിതിയിലെ കൂട്ടുപങ്കാളികളാകാൻ വിളിക്കപ്പെട്ട നമ്മുടെ സഭകള് സമൂഹത്തിൻ്റെ അവനിർമ്മിതിക്ക് കാരണക്കാരാകുന്ന വിധത്തില് കരം കോർക്കുന്നത് അനുതാപത്തോടെ ദൈവതിരുമുൻപിലെ ഓർത്ത് തിരുത്തണമെന്ന്. ഇന്ന് മാരാമൺ കൺവെൻഷനിലെ മദ്യത്തിനും ലഹരിക്കുമെതിരെ മാർത്തോമാ സഭ എടുക്കുന്ന നിലപാടുകൾ അത് ഈ ഒരു സഭയുടെ മാത്രം നിലപാടല്ല, അതെല്ലാ ക്രൈസ്തവ സഭകളുടെയും നിലപാടാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. തൃശ്ശൂർ അതിരൂപതയിലെ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ എല്ലാ മാസവും 20 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം. ഞാൻ അവിടെ ഒരു ദിവസം പോകാറുണ്ട്, അവരോടൊത്ത് ചെലവഴിക്കാറുണ്ട്. ഈ മദ്യം കഴിക്കുന്ന ആളുകളെല്ലാം തന്നെ നമ്മൾ ചെല്ലുമ്പോൾ വളരെ സ്നേഹമായിട്ട് നമ്മുടെ ചുറ്റൊക്കെ കൂടും. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നൊരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഏത് ഭാഗം വായിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? ഇന്ന് വരെ മദ്യപാനികൾ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാനായിലെ കല്യാണ വിരുന്ന് വായിച്ചാൽ മതിയെന്ന്. അവന് വിവരമുണ്ട്. വേറെ പല കാര്യത്തിലും വിവരമില്ലെങ്കിലും ബൈബിളിലെ ഈ പാസേജിനെ കുറിച്ച് അവന് വിവരമുണ്ട്. ഞാൻ ഇതേക്കുറിച്ചിട്ട് വിശുദ്ധ ഗ്രന്ഥ ഡിക്ഷണറികളുമായിട്ട് അത് സംബന്ധിച്ചുള്ള സഭാപിതാക്കന്മാരുടെ പഠനങ്ങളുമായിട്ട് ഞാൻ ഒരു ഗവേഷണം നടത്തിയതിൻ്റെ വെളിച്ചത്തിനോട് പറയുകയാണ്, കാനായിലെ കല്യാണ വിരുന്ന് ഉണ്ടാക്കിയത് പച്ചവെള്ളത്തിൽ നിന്നല്ല, ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീരിൽ നിന്നാണ്. ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീരാണ് വീഞ്ഞാക്കി മാറ്റിയത്. ഒരു കുടുംബം നേരിട്ട അപമാനം, ഒരു കുടുംബം നേരിട്ട വലിയൊരു ആവലാതി, അവിടെയാണ് യേശു തമ്പുരാൻ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ അപമാനം, ആ കുടുംബത്തിൻ്റെ സങ്കടം, ആ കുടുംബത്തിൻ്റെ അപകർഷം, അവിടെയാണ് യേശു തമ്പുരാൻ ഇടപെട്ടത്. വീഞ്ഞുണ്ടാക്കുന്നവർക്ക് ലൈസൻസ് കൊടുക്കാൻ തമ്പുരാൻ ചെയ്തൊരു അത്ഭുതമല്ല. ആ കുടുംബത്തിന്റെ അപമാനത്തിന്റെ വേളയിലെ the wine is a symbol of glory. Wine is a symbol. അവിടെ ബൈബിളിലെ ആ വീഞ്ഞെന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ പലരും ഇന്ന് മദ്യപാനത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുമ്പോൾ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ കഥ വീണ്ടും വീണ്ടും പറയണം തിരുമേനി എന്ന് എന്നെ നിർബന്ധിക്കുമ്പോൾ എനിക്ക് അവരോട് പറയാൻ ആഗ്രഹമുണ്ട്. ആ ഒരു അത്ഭുതം ഒരു കുടുംബത്തിൻ്റെ പുതുക്കലിൻ്റെ അടയാളമാണ്. ഒരു കുടുംബം നേരിട്ട അപമാനത്തിൽ കർത്താവ് ഇടപെടുന്നതാണ്. അതുകൊണ്ട് മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാർത്തോമാ സഭ എടുക്കുന്ന ഈ വലിയ നിലപാട് അത് ഏറെ ശ്ലാഘനീയവും അഭിനന്ദനാർഹവുമാണ്.
ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ ഇന്നത്തെ ഇവൻ്റ് മാനേജ്മെൻറ്റ് കൾച്ചറിൽ ഈവൻ ഡ്രസ്സുകൾ, ഫ്ലവറുകൾ, ആഭരണങ്ങൾ, ഇതെല്ലാം കൊണ്ട് മനുഷ്യനുണ്ടാക്കുന്ന ഒരു വലിയ മായാവലയമുണ്ട്. ഇതൊന്നും സ്വന്തമല്ല, ഇതെല്ലാം വാടകയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളതാ. ഇതെല്ലാം അത് കഴിയുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. ചിലപ്പോൾ പെൺകുട്ടികൾ കല്യാണത്തിൻ്റെ വേദിയിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. 2-3 ആളുകളാണ് ഈ കുഞ്ഞ് തടഞ്ഞു വീഴാതിരിക്കാൻ കൈ പിടിച്ചും കാല് പിടിച്ചും കൊണ്ടുവരുന്നത്. അതുപോലെ ഈ കുഞ്ഞിനെ ഡ്രസ്സ് കൊണ്ട് മൂടിക്കൊണ്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. എത്രയോ മാന്യമായിട്ട് നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളിലുള്ള ലാളിത്യം, ആഘോഷങ്ങളിലുള്ള സ്വാഭാവികത, ആഘോഷങ്ങളിലുള്ള നിഷ്കളങ്കത, അത് ക്രൈസ്തവ സഭയുടെ ഒരു വലിയ മുഖമുദ്രയായിട്ട് മാറണം. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നത് കൊണ്ട് പറയുകയാണ്, ഈ പ്രസംഗം തൃശ്ശൂരിലേക്കൊന്ന് അയച്ചേക്കരുത്. കാരണം സ്വർണം വിൽക്കുന്നതിൻ്റെ കുത്തക ഞങ്ങൾക്കാണ്. സ്വർണം വാങ്ങിക്കണമെങ്കിൽ തൃശ്ശൂരാണ് വരേണ്ടത്. ഒരു പെണ്ണിന് എന്തുമാത്രം സ്വർണം വേണമെന്ന് നമ്മളൊന്ന് തീരുമാനിക്കണം. സ്വർണം ഒരു സ്ഥാവര ജംഗമ സ്വത്തായിട്ട് സൂക്ഷിക്കാനാണെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും സ്വർണം തന്നെ, അതുപോലെ ജൗളിത്തരങ്ങൾ തന്നെ, ഇതെല്ലാം തന്നെ അനാവശ്യമായിട്ടുള്ള ആർഭാടങ്ങളിലേക്ക് നമ്മൾ നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിളമ്പുന്ന ഭക്ഷണ സാധനങ്ങളിലെ അമിതമായ ആഘോഷങ്ങൾ. ഭക്ഷണം സാമാന്യമായിട്ട് എല്ലാവർക്കും കൊടുക്കണം, പക്ഷേ ഒരുപാട് ഭക്ഷണങ്ങൾ. ഞാൻ ഒരിക്കൽ ഒരു കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. വിരുന്നെല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് ഭക്ഷണം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, തിരുമേനി ഈ ഭക്ഷണമൊക്കെ ബാക്കിയുണ്ട്, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, അവിടെ നമ്മുടെ കുറ്റിക്കലച്ഛൻ തൃശ്ശൂരിലെ ഒരു ആകാശപ്പറവുകളുടെ ഒരു വലിയ പ്രസ്ഥാനം നടത്തുന്നുണ്ട്. അവർക്കൊന്നും നല്ല ഭക്ഷണം കിട്ടാൻ വലിയ സാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. അവർ പറഞ്ഞു, സന്തോഷം തിരുമേനി, എല്ലാം പുതിയതാണ്, ഒന്നും കേടുവന്നിട്ടില്ല, എല്ലാം നമുക്ക് അവർക്ക് കൊടുക്കാം. ഞാൻ കുറ്റിക്കലച്ചനെ വിളിച്ച് ചോദിച്ചു, അച്ഛാ ഞങ്ങളതങ്ങ് കൊണ്ടുവന്നോട്ടെ, ഒന്നും കേടുവന്നിട്ടില്ല. അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടാത്തത് തിന്നാനായിട്ട് ഞാൻ ഇവിടെ പന്നികളെ വളർത്തുന്നില്ല. സത്യമല്ലേ? നമ്മൾ പലപ്പോഴും ഔദാര്യം കാണിക്കുന്നത് മനസ്സിന്റെ സൗകുമാര്യം കൊണ്ട്, സന്മനസ് കൊണ്ടല്ല. ദ മോർ ഫുഡ് വേസ്റ്റഡ്, അത് കൊണ്ടുപോയി കളയാൻ, കുപ്പയിൽ കൊണ്ടുപോയി കളയാൻ പറ്റാത്തത് കൊണ്ട് അത് പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. അതിലൊരു ക്രൈസ്തവ വിപ്ലവമില്ല. അതിലെന്ത് ക്രൈസ്തവ വിപ്ലവം ഉള്ളത്? ക്രൈസ്തവ വിപ്ലവം എന്ന് പറയുന്നത് നീ ഒന്നുടുക്കുമ്പോൾ രണ്ടാമത്തത് ഉടുക്കാനില്ലാത്തവന് കൊടുക്കുന്നതാണ്. നീ സദ്യക്ക് ആളെ വിളിക്കുമ്പോ നിന്റെ കൂടെ പന്തിയിൽ ഇരിക്കുന്നവർക്കൊപ്പം ഇരിക്കാൻ അർഹതയില്ലാത്തവന് പന്തിയിലിരിക്കുന്നവൻ്റെ ഒപ്പം നിങ്ങൾ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഈ സദസ്സ് കൂടുമ്പോൾ, നിങ്ങൾ മദ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അതിനോട് 100% അടിവരയിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ അനാവശ്യാർഭാടങ്ങൾ, അനാവശ്യമായിട്ടുള്ള ആഘോഷങ്ങൾ, ഇത് ക്രൈസ്തവ സഭയിലെ സഭകൾക്കതീതമായിട്ട് ഇന്ന് കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ച് ഇവൻ്റ് മാനേജ്മെൻറ്റുകൾ ഏറ്റെടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പുതുതായിട്ട് കൂട്ടിച്ചേർത്താലേ ഈ കാര്യങ്ങൾക്കൊരു ആകർഷണത്വം ഉണ്ടാകുള്ളൂ. ഞാൻ അവരുടെ കച്ചവട താല്പര്യത്തെ കളിയാക്കിയോ താഴ്ത്തിപ്പറയുകയല്ല. പക്ഷെ ഇവിടെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന മൂല്യങ്ങളുടെ വലിയ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ നമ്മൾ മറക്കാതെ ഓർക്കണമെന്ന്
ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബ സദസ്സുകൾ, പ്രത്യേകിച്ച് ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ഒന്നിച്ചു കൂടുന്നത് പള്ളിയിൽ മാത്രമല്ല. നമ്മൾ ഒന്നിച്ചു കൂടുന്നത് പള്ളിയിൽ മാത്രമല്ല, പള്ളി പോലെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുടുംബങ്ങൾ. കുടുംബങ്ങൾ ദേവാലയങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് സ്നേഹിച്ചിട്ടുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിലെ കർത്താവ് വന്ന് ബെഥാനിയായിലെ കുടുംബത്തിലെ കർത്താവ് പോയി. നമ്മുടെ കുടുംബങ്ങളിലെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളെ കൂട്ടായ്മയുടെയും പ്രാർത്ഥനയുടെയും ഒരു വേദിയാക്കി മാറ്റണം. നമ്മുടെ കുടുംബങ്ങളിലെ കർത്താവിന് ഇഷ്ടമില്ലാത്ത യാതൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം. നമ്മുടെ ആഘോഷങ്ങൾ കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമാകുന്ന എല്ലാ സാഹചര്യങ്ങളെയും തിരുത്താൻ നമ്മൾ പഠിക്കണം. നമ്മുടെ കുടുംബങ്ങളിലെ ആഘോഷങ്ങളുടെ വേളകളിലെ കർത്താവിന് അഹിതമായിട്ടുള്ള യാതൊന്നും സംഭവിക്കാൻ പാടില്ല. ജെറുസലം ദേവാലയത്തിലെ ചാട്ടച്ചുഴറ്റി കച്ചവടക്കാരെയും കള്ളന്മാരെയും അടിച്ചു പുറത്താക്കിയ കർത്താവ് നമ്മുടെ കുടുംബങ്ങളിലെ ഇന്ന് ചാട്ട ചുഴറ്റേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കണം. നമ്മുടെ കുടുംബങ്ങളിലെ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ കുടുംബങ്ങൾ, ലാളിത്യത്തിൻ്റെ കുടുംബങ്ങൾ, ആർഭാടങ്ങളുടെ അനാവശ്യങ്ങളില്ലാത്ത കുടുംബങ്ങൾ, ഭക്ഷണത്തിൽ പോലും മിതത്വവും സഹോദരനോടുള്ള ഇഷ്ടവും പുലർത്തുന്ന ഒരു നിലപാട്. ചിലപ്പോഴൊക്കെ മറ്റുള്ളവൻ്റെ കണ്ണുനീര് നമ്മൾ കാണുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു എക്സ്ട്രാ മൈലുണ്ടല്ലോ, ആ എക്സ്ട്രാ മൈലിൽ ഒരു കാനായിലെ കല്യാണ വിരുന്നുണ്ട്. കാനായിലൊരു കല്യാണ വിരുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് കണ്ടപ്പോൾ മറിയം, ഈശോയുടെ അമ്മ, മകനോട് പോയി പറഞ്ഞു, മകനെ, അവർ അപമാനിതരാണ്, അവരെ ദുഃഖത്തിലാണ്, അവർക്ക് വീഞ്ഞില്ല, നീ ഇടപെടണം. നമ്മുടെ ക്രൈസ്തവ ദൗത്യം യേശുവിൻ്റെ അമ്മയുടെ ദൗത്യമാണ്. മറ്റുള്ളവൻ്റെ ആവശ്യങ്ങൾ കാണാനുള്ള കാഴ്ചപ്പാട്, അതാണ് ക്രൈസ്തവ ആധ്യാത്മികത, അതാണ് ക്രൈസ്തവ മൂല്യങ്ങളുടെ സമ്പാദ്യം. മറ്റുള്ളവൻ്റെ വേദനകൾ കാണുമ്പോൾ ഈ നല്ല മാതൃക നമ്മൾ പാലിക്കണം. മകനെ, അവർക്ക് വീഞ്ഞില്ല, മകനെ, അവർക്ക് വീഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ മനോഹരമായിട്ടുള്ളൊരു ചിത്രമുണ്ട്. കർത്താവ് ജനക്കൂട്ടത്തോട് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ വൈകി. അന്ത്രയോസും പീലിപ്പോസും കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സമയം സന്ധ്യയാകുകയാണ്, ഈ ജനത്തെ പിരിച്ചു വിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നീ പ്രസംഗം നിർത്തിയിട്ട് ഇവരെ വീട്ടിലോട്ട് പറഞ്ഞു വിടണം. അവർ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കും, നീ അവരെ വിടണം. യേശു തമ്പുരാൻ അവരോട് ചോദിച്ചു, എത്ര കണ്ണി ചോരയില്ലാതാണ് നിങ്ങൾ പറയുന്നത് ഇവർ പിരിച്ചുവിടണമെന്ന്? നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? മനോഹരമാണ് ആ ചോദ്യം. ഹൗ മെനി ലോവ്സ് ഓഫ് ബ്രെഡ് യു ഹാവ്? നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, ഞങ്ങൾ പലരോടും ചോദിച്ചു, ആരുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോഴേക്കും അന്ത്രയോസ് കൈകൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, തമ്പുരാനെ, ഇവിടെ ഒരു പയ്യനിരിപ്പുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ഞാൻ അതേക്കുറിച്ചിട്ട് ഒരു തൃശ്ശൂര് രസം പറയുകയാണ്. അവൻ്റെ അമ്മ വാഷ്റൂമിൽ പോയ നേരത്താണ് അന്ത്രയോസും
പീലിപ്പോസൊക്കെ ചെന്നത്, ബർത്തലോമിയൊക്കെ ചെന്നത്. അമ്മയുണ്ടെങ്കിൽ അത് പൂത്തി വച്ചേനെ. ഈ കൊച്ചേ അമ്മ പോയത് നോക്കിയിരിക്കുന്ന സമയത്താണ് അവർ ചെന്നിട്ട് ചോദിക്കുന്ന, ആരുടെ കയ്യിലെങ്കിലും അപ്പം ഉണ്ടോ, ആരുടെ കയ്യിൽ അപ്പം ഉണ്ടോ. ഈ കുഞ്ഞ് പറഞ്ഞു, എൻ്റെ കയ്യിലെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ ചേട്ടൻ ദീർഘമായിട്ട് പ്രസംഗിക്കുന്ന ഒരു ചേട്ടനാണ്, നല്ല ചേട്ടനാണ്, നല്ല പ്രസംഗമാണ്, പക്ഷെ സമയത്ത് നിർത്താത്ത ചേട്ടനാണ്. അപ്പം അതുകൊണ്ട് തന്നെ നീ വിശന്ന കരയരുത്, നമുക്ക് പോകാൻ പറ്റില്ല, ഇത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ 5 അപ്പവും 2 മീനും നീ കൈപ്പിടിച്ചോ, നിനക്ക് വിശന്ന തിന്നാൻ. ഈ 5 അപ്പവും 2 മീനും കർത്താവ് ഈ കുഞ്ഞിനോട് ചോദിച്ചെന്താ പറയുന്നത്, കുഞ്ഞെ നീ എനിക്ക് തരൂ. അവൻ പറഞ്ഞു, എനിക്ക് തന്നിട്ടുള്ളതാണ്, ഇപ്പം എന്നേക്കാൾ ആവശ്യം ചേട്ടനാണെങ്കിൽ ചേട്ടൻ അതെടുത്തോ. അന്ത്രയോസും പീലിപ്പോസും കൂടെ കർത്താവിനോട് പറഞ്ഞു, ഇവിടെ 5 അപ്പവും 2 മീനുള്ളൊരു കുഞ്ഞുണ്ട്. കർത്താവിൻ്റെ ആദ്യത്തെ അടയാളം, കർത്താവിൻ്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള അടയാളം 5 അപ്പം 2 മീൻ. കർത്താവ് അതെടുത്തുയർത്തി, കർത്താവ് അതെടുത്ത് വാഴ്ത്തി, കർത്താവ് അതെടുത്ത് മുറിച്ചു. ഈ പ്രയോഗങ്ങളൊക്കെ തന്നെ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡിലുള്ളതാണ്. അപ്പം എടുത്തുയർത്തുന്നു, അപ്പമെടുത്ത് വാഴ്ത്തുന്നു, അപ്പമെടുത്ത് മുറിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ പന്തികളിൽ ഇരുത്തുവിൻ. ഒരു 12 പന്തികളിലായിട്ട് അവരെല്ലാം ഇരുത്തി. 5000 പുരുഷന്മാരുണ്ടായിരുന്നെന്നാ പറയുന്നേ. ഇരട്ടി പെണ്ണുങ്ങളുണ്ടാകണം. ഒരു 3 കുട്ടി വെച്ച് കൂട്ടിയാലേ 15,000. എൻ്റെ വീട്ടിലെ സ്ഥിതിയാണെങ്കിൽ പുളിഞ്ഞ് പാളിസാവും, ഞങ്ങൾ 10 ഉണ്ട്. എല്ലാവർക്കും അപ്പം കൊടുത്തു, എല്ലാവരുടെ കൈകളിൽ അപ്പം കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ബാക്കി വന്നത് 12 കുട്ടകൾ നിറച്ചു. എന്നെ കേൾക്കുന്ന മാരാമൺ കൺവെൻഷനിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിന്റെ വീട്ടിൽ ബാക്കി വെച്ചിരിക്കുന്ന 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കൈകളിലേക്ക് നീ കൈമാറുന്ന വിപ്ലവമാണ് സുവിശേഷം. അത് കർത്താവിൻ്റെ കൈകളിലേക്ക് മാറുന്ന വിപ്ലവമാണ് സുവിശേഷത്തിൻ്റെ വിപ്ലവം. ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ആളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിന്റെ സഹോദരന് വേണ്ടി കൊടുക്കാനുള്ളതാ. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, മരിച്ചു കഴിയുമ്പോൾ മക്കൾ പറയാറുണ്ട്, മരിച്ചു കഴിയുമ്പോൾ മക്കൾ പറയാറുണ്ട്, അമ്മ ഉപയോഗിച്ച കുറേ സാരി ബാക്കിയുണ്ട്, പിതാവ് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. മരിച്ചു കഴിഞ്ഞ ശേഷം കൊടുക്കുന്നത് അവശിഷ്ടമാണ്, മരിക്കുന്നതിന് മുമ്പ് കൊടുക്കണം. അതാണ് വിപ്ലവം, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന വിപ്ലവം. അതുകൊണ്ട് ഇന്ന് നമ്മൾ അഡിക്ഷനെ കുറിച്ചൊക്കെ ചിന്തിക്കാനായിട്ട് ഇവിടെ ഒന്നിച്ചു കൂടുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ കഴിക്കില്ലായിരിക്കാം, കുഴപ്പമില്ല, നിങ്ങൾ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ പത്രാസിന് വേണ്ടി വരുന്നവർക്കൊക്കെ ഇത് വെച്ച് വിളമ്പുന്ന നിങ്ങൾ നരകത്തിലേക്കുള്ള വഴിവെട്ടുകയാണ്. നിങ്ങൾ നരകത്തിലേക്കുള്ള വഴിവെട്ടുകയാണ്. നമ്മുടെ ആഘോഷങ്ങൾക്കൊക്കെ ഒരു മിതത്വം ഉണ്ടാകണം, നല്ല ഭക്ഷണം കൊടുക്കണം, പക്ഷേ അത് ദഹിക്കാനുള്ള മരുന്നും കൂടെ നമ്മൾ കൊടുക്കണമെന്ന് വാശി പിടിക്കുന്നത് ക്രൈസ്തവമല്ല. അതുകൊണ്ട് മാർത്തോമാ സഭ ഈ ഇക്കാര്യത്തിലെടുക്കുന്ന നിലപാട് നിങ്ങളുടെ മാത്രം നിലപാടല്ല, അത് നിങ്ങളുടെ വന്യ തിരുമേനിമാർ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ദൗത്യം സഭയുടെ കൂട്ടായ്മയുടെ ദൗത്യമാണ്. ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഇത് കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നമുക്ക് ധാരാളം വഴികൾ ഇനിയും മുന്നോട്ട് പോകാൻ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ ആഘോഷങ്ങൾ ലളിതമാക്കുക, നമ്മുടെ ആഘോഷങ്ങൾ ക്രൈസ്തവമാക്കുക, നമ്മുടെ ആഘോഷങ്ങൾക്ക് സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുക. ക്രൈസ്തവ വിരുദ്ധമായ ഒന്നും നമ്മുടെ ആഘോഷങ്ങൾ ചെയ്യാതിരിക്കുക. സഹോദരനെ സഹായിക്കുന്ന നല്ല സമറായൻ്റെ നിലപാട് നമുക്കുണ്ടാകട്ടെ.
നല്ല സമറായന്റെ നിലപാട്. കർത്താവ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു കഥയാണ് നല്ല സമറായക്കാരൻ്റെ കഥ. മനോഹരമായിട്ടുള്ളൊരു കഥയാണത്. ആ കഥയിൽ കർത്താവ് എന്താ പറയുന്നത്? കർത്താവ് പറയുന്നത് ഇതാണ്: നീയും പോയി അപ്രകാരം ചെയ്യുക. നീയും പോയി അപ്രകാരം ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യം കടന്നുപോയവൻ ഒരു ഫരിസേയനാണ്, ബൈബിളിലെ ഡോക്ടറേറ്റുള്ള ആളാണ്. രണ്ടാമത് പോയവൻ ലേവായനാണ്, അവൻ ബൈബിളിൻ്റെ പ്രവാചക ദൗത്യത്തിൻ്റെ ആളാ. മൂന്നാമത് വന്നവൻ സമറായക്കാരൻ, യഹൂദന്മാരുടെ കാഴ്ചപ്പാടിലെ കുലമഹിമയില്ലാത്തവൻ, വിജാതീയൻ, യാതൊരു തറവാടിത്തം ഇല്ലാത്തവൻ. പക്ഷെ അവന് ഒരു പ്രത്യേകത ഞാൻ കണ്ടു. അവൻ ഈ സഹോദരൻ വഴിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഇത് അന്യനല്ല, ഇത് സ്വന്തമാണ്. ഇത് അന്യനല്ല, ഇത് സ്വന്തമാണ്. അവൻ മുട്ടുകുത്തി അവന്റെ മുറിവുകളെ ചുംബിച്ചു, അവന് കോരിയെടുത്തു. അന്നുവരെ ഒരാൾ മാത്രം സഞ്ചരിച്ചിരുന്ന അവന്റെ കഴുതയുടെ പുറത്ത് ഒരാൾക്ക് കൂടെ എക്സ്ട്രാ സീറ്റുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ നടന്നു, വഴിയിൽ വീണവനെ കഴുതപ്പുറത്ത് കയറ്റി വെച്ചു. എന്നിട്ട് അവൻ നടന്നിട്ട് സത്രത്തിൽ ചെന്നു. സത്രത്തിൽ ചെന്നിട്ട് സത്ര സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു, വഴിയിൽ നിന്ന് കിട്ടിയതാണ്, പക്ഷേ അന്യനല്ല, എൻ്റെ സ്വന്തമാണ്. ഞാനൊരു വഴിയാത്രയിൽ കണ്ടു കിട്ടിയതാണ്. 2 ദനാറ ഞങ്ങൾ തരാം, 2 ദനാറ ഞങ്ങൾ തരാം. പക്ഷെ അതുകൊണ്ട് ഇവൻ്റെ ട്രീറ്റ്മെൻറ്റ് മുഴുവനാകില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനൊരു കാര്യം തന്നോട് പറയുന്നു, ഞാൻ തിരിച്ചു വരുമ്പോൾ ബാക്കി ഞാൻ തന്നുകൊള്ളാം. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഒരു എക്സ്ട്രാ മൈലാണിത്. ഞാൻ തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ളത് തന്നുകൊള്ളാം. പട്ടക്രമത്തിലെ സിറോ മലബാർ ആരാധനക്രമത്തിലെ പട്ടം കൊടുക്കുന്ന സമയത്ത് പാടുന്ന മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ട്, ഒരു ഗീതകമുണ്ട്. പട്ടം കഴിഞ്ഞാൽ വൈദികനെ ഉടയാ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് പാടുന്നൊരു പാട്ടുണ്ട്, കക്ര നൽകിയ കർത്താവേ, കക്ര നൽകിയ കർത്താവേ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും ഞാനേറെ വിനയത്തോടെ പറയട്ടെ, നിങ്ങൾക്കുള്ളതെല്ലാം തമ്പുരാൻ തന്ന കക്രകളാണ്. നിന്റെ ആരോഗ്യം, നിന്റെ ബുദ്ധിശക്തി, നിന്റെ കഴിവുകൾ എല്ലാം 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 തമ്പുരാൻ തന്നതാ. അത് നിനക്ക് കാശുണ്ടാക്കി കൊട്ടാരം പണിയാൻ മാത്രമല്ല, നിന്റെ സഹോദരനെ കൊടുക്കാൻ കൂടിയിട്ടാണ്, നിന്റെ സഹോദരന് കൊടുക്കാൻ കൂടിയിട്ടാണ്. ഞങ്ങളുടെ തൃശ്ശൂരിലൊരു വലിയ മെഡിക്കൽ കോളേജ് നിങ്ങൾക്കറിയാം, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. 70 വർഷത്തെ പഴക്കമുണ്ട്. ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു ഡോക്ടറുണ്ട്. 5 ബെഡുള്ളപ്പോൾ അയാൾ വന്നതാണ്. ഇന്ന് 1000കണക്കിന് ബെഡുള്ള വലിയൊരു മെഡിക്കൽ കോളേജാണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അയാൾക്ക് 90 വയസ്സായപ്പോൾ തൃശ്ശൂർ പൗരാവലി അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് കൊടുത്ത് നാട്ടിലേക്ക് പോവുകയാണ്. ഒരു പാഴ്സിയാണ് അദ്ദേഹം, HN എടംവാല. അദ്ദേഹം തൃശ്ശൂർ പൗരാവലിയോട് പറഞ്ഞു, ഞാനൊരു ജൂനിയർ ഡോക്ടറായിട്ട് ഇവിടെ വന്നത് 1 കൊല്ലം ഇവിടെ ജോലി ചെയ്ത് അല്പം എക്സ്പീരിയൻസ് എടുത്ത് പോകാനാണ്. പക്ഷെ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ കന്യാസ്ത്രീകളും അച്ഛന്മാരും ഇവിടുത്തെ നഴ്സുമാരൊക്കെ ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കേട്ടിട്ട് എൻ്റെ മനസ്സലിഞ്ഞു. ആ പ്രാർത്ഥന ഇതാണ്: അവന് നിൻ്റേതല്ലാതെ മറ്റു കരങ്ങളില്ല, അവന് നിൻ്റേതല്ലാതെ he has no hands except yours. എൻ്റെ കരങ്ങള് ദൈവത്തിൻ്റെ കരങ്ങളുടെ തുടർച്ചയാണെന്നുള്ള തിരിച്ചറിവ്. ആൻഡ് ദാറ്റ് ഈസ് മൈ സ്പിരിച്വാലിറ്റി. ഞാനിവിടെ 60 വർഷം ജോലി ചെയ്തു. 30 വയസ്സിൽ വന്നു, 90 വയസ്സിൽ ഞാൻ പോകുകയാണ്. പക്ഷെ ഐ ടെൽ യു,
I am not a baptized Christian, but I am a better Christian than any of you. I am a better Christian than any of you. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ മാരാമൺ കൺവെൻഷൻ ഇന്ന് സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സന്ദർഭമാണ്. അതിൻ്റെ ഒരു അടയാളമാണ് സമൂഹത്തിലൊരു വലിയ തിന്മയ്ക്കെതിരെ നിങ്ങൾ നടത്തുന്ന പോരാട്ടത്തോട് നിങ്ങൾ കാണിക്കുന്ന ഒരു ഐക്യദാർഢ്യം. മദ്യ ലഹരി വർജനത്തിനു വേണ്ടിയും അതിൻ്റെ വിമുക്തിക്ക് വേണ്ടിയും മർത്തോമാ സഭ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് സമൂഹത്തിലുണ്ടെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന ഈ വലിയ സന്ദർഭം, ഈ സന്ദർഭം ഒരു അനുഗ്രഹത്തിൻ്റെ അവസരമാക്കി മാറ്റാൻ ദൈവം തമ്പുരാൻ ഇടവരുത്തട്ടെ. എന്നെ ഓർക്കാനും പ്രാർത്ഥിക്കാനും ഇവിടെ എന്നെ വിളിക്കാനും ഒക്കെ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഓർക്കണം. നിങ്ങളെയും പ്രാർത്ഥനകൾ ഞാൻ ഓർക്കുന്നു. ഞാനൊരു നിമിഷം ശിരസ്സ് നമിച്ച് കർത്താവിൻ്റെ മുൻപിൽ നിങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.